ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. അങ്ങനെ കാത്ത് നമ്മുടെ SSLC പരീക്ഷ എത്തിയിരിക്കുകയാണ്. നാളെയാണ് നിങ്ങളുടെ ആദ്യത്തെ SSLC പരീക്ഷ. നിങ്ങളുടെ ലൈഫിലെ ആദ്യത്തെ ടേണിംഗ് പോയിന്റ് ആണ് ഈ പറഞ്ഞ SSLC എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ മക്കളെ, ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് മലയാളം ഫസ്റ്റിനെ കുറിച്ച് പറയാനാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ SSLC എക്സാമിന് നിങ്ങൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു പരീക്ഷ എഴുതേണ്ടത് എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കറിയാം നാളെ നടത്തുന്നത് ലാംഗ്വേജ് പരീക്ഷകളാണ്. മലയാളം ഫസ്റ്റ്, സംസ്കൃതം, അതുപോലെ തന്നെ ഉറുദു, അറബിക് എന്നീ പറയുന്ന വിഷയങ്ങളാണ് നടത്തുന്നത്. അപ്പൊ അതിനകത്ത് ഞാൻ മലയാളത്തിനെയാണ് കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. സംസ്കൃതം കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലീവ് ചെയ്തിട്ട് പോകാം. മലയാളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മക്കളെ, പല കുട്ടികളും എൻ്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും വന്ന് ഡൗട്ട് ചോദിക്കുന്നതാണ്, എങ്ങനെയാണ് മലയാളത്തിന്റെ പരീക്ഷ എഴുതേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ ചോദ്യങ്ങളാണ് നമ്മൾ ആദ്യം അറ്റൻഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 7 മാർക്കിന്റെ ചോദ്യം എത്ര പേജ് എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ എല്ലാവർക്കും ഉള്ള ഒരു മറുപടി അല്ലെങ്കിൽ എല്ലാവർക്കും ഉള്ള ഒരു ഉത്തരങ്ങളായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ പറയാം, ഒരു കാരണവശാലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? നിങ്ങൾ ഓൾറെഡി ഈ ഒരു വർഷം എന്ത് ചെയ്തിട്ടുണ്ട്? മലയാളം ഫുള്ളായിട്ട് പാഠപുസ്തകം വായിച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആശയങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? നിങ്ങൾക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയാം. ഇത്രയേ വേണ്ടൂ. ഇതാണ് നമുക്ക് SSLC പരീക്ഷയ്ക്ക് വേണ്ടത്. ഒരു കാരണവശാലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിരിക്കും നാളത്തെ മലയാളം ഫസ്റ്റ് പരീക്ഷ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം സമയം മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഈ പറഞ്ഞ 1.5 മണിക്കൂറിന്റെ പരീക്ഷ നിങ്ങൾ സമയത്ത് പരമാവധി തീർക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല കുട്ടികളെയും, ഞാനിപ്പോൾ മോഡൽ എക്സാമിന്റെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. മോഡൽ എക്സാമിന് ഒരു കുട്ടി എന്ത് ചെയ്തു? 2 മാർക്കിന്റെ ചോദ്യം കുറേ നേരം എടുത്ത് എഴുതി. ഒരു 10, 15, 20 മിനിറ്റോളം എന്ത് എഴുതു? 2 മാർക്കിന്റെ ചോദ്യം ഇങ്ങനെ ഇരുന്ന് എഴുതി. അങ്ങനെയൊന്നും എഴുതരുത് മക്കളെ. നിങ്ങൾ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ നാളത്തെ മലയാളം പരീക്ഷ എഴുതുമ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പറഞ്ഞ 7 മാർക്കിന്റെ ചോദ്യം ഉണ്ടല്ലോ, അതായത് നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ഒരു essay ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതൊരു പക്ഷേ ആസ്വാദന കുറിപ്പായിരിക്കാം, അല്ലെങ്കിൽ പ്രഭാഷണമായിരിക്കാം, എന്ത് വേണമെങ്കിലും ആയിരിക്കാം. ഓക്കെ, അതൊരു പുറത്തു നിന്നുള്ള ഒരു കവിത വന്നിട്ട് അതിന്റെ ആസ്വാദനം എഴുതാനൊക്കെ പറയാം. അപ്പോ മക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, ആദ്യമായിട്ട് നിങ്ങൾ എഴുതേണ്ടത് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് അല്ല. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് 7 മാർക്കിന്റെ ചോദ്യം നല്ല വൃത്തിയായിട്ട് എഴുതി വെക്കുക. അതായത് 7 മാർക്കിന്റെ ചോദ്യം നിങ്ങൾക്ക് ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതിൽ നിങ്ങൾക്ക് ഏറ്റവും കൃത്യമായിട്ട് എഴുതാൻ പറ്റുന്നു എന്നുള്ള വിശ്വാസമുള്ള ഒരു ചോദ്യം എടുക്കുക, അത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതുക. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ? ആദ്യം തന്നെ നിങ്ങൾ എഴുതേണ്ടത് 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എന്നിട്ട് നിങ്ങൾ എന്തിലേക്ക് വരിക? 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് വരിക. നമ്മൾ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ മാക്സിമം മാർക്ക് 7 ആണ്. അതുകൊണ്ടാണ് ഞാൻ 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് 5 മാർക്കിന്റെ ക്വസ്റ്റ്യനിലേക്ക് വരിക. എന്നിട്ട് ഈ മാർക്ക് കുറച്ച് എന്ത് വരിക? 3 മാർക്കിന്റെ ക്വസ്റ്റ്യനിലേക്ക് വരിക. അതുപോലെ തന്നെ 2 മാർക്കിന്റെ, പിന്നെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യനിലേക്ക് വരിക. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ ഞാൻ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ് പറയുന്നത്. എൻ്റെ അടുത്ത് ഒരു കുട്ടി ചോദിച്ചതാണ്, നമ്മൾ ആദ്യം essay കൊണ്ടുപോയി എഴുതിയിട്ട് അവസാനം 1 മാർക്ക് എഴുതി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ പറയുന്നു, ഒരു പ്രശ്നവുമില്ല. പല ഫുൾ A+ കിട്ടിയിട്ടുള്ള കുട്ടികളും പല ടോപ്പേഴ്സും ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ആദ്യമേ അവരെന്ത് ചെയ്യും? 7 മാർക്കിന്റെ, അതായത് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് ആദ്യം കൊണ്ടുപോയി എഴുതും. എന്നിട്ട് അതിനുശേഷമാണ് അവർ എന്ത് ചെയ്യുന്നത്? ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ മക്കളെ, നിങ്ങൾ നാളത്തെ പരീക്ഷ എഴുതുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്? അവസാനത്തേക്ക് കൊണ്ടുവയ്ക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? കൊണ്ടുപോയി എഴുതുക. ചില കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്, 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതി വെക്കും. അതായത് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആദ്യമേ സെറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് അതിനുശേഷം 7 മാർക്കിന്റെ ക്വസ്റ്റ്യനിലേക്ക് പോകും. അതും വളരെ നല്ലൊരു മെത്തേഡ് തന്നെയാണ്. നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. പക്ഷെ നിങ്ങൾ 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അവസാനത്തെ 10 മിനിറ്റിലേക്ക് കൊണ്ടുപോയി വെക്കരുത്. കാരണം ആ ഒരു 7 മാർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ പറഞ്ഞ SSLCയെ, ഈ പറഞ്ഞ A+നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അവർ പറഞ്ഞിരിക്കുന്നത് 1.5 പുറത്തിൽ എഴുതാനാണ് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 1.5 പുറമല്ല, അതിനേക്കാൾ മാക്സിമം നിങ്ങൾക്ക് എത്താവുന്ന അത്രയും എഴുതാം. അത് നിങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, സമയം അനുസരിച്ചിട്ട് കൃത്യമായിട്ട് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, യെസ്. പിന്നെ നമ്മൾ നോക്കിയപ്പോൾ മോഡൽ എക്സാമിന് വന്നൊരു കാര്യമാണ്, നമുക്ക് ഈ പറഞ്ഞ പുറത്തു നിന്നുള്ള ഒരു കവിത തന്നിട്ട് അതിന്റെ ആസ്വാദന കുറിപ്പ് എഴുതാനായിട്ട്. ക്ലിയർ അല്ലേ? ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അത് ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞുതരാം. ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞുതരാം. ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ മക്കളെ, ബോഡി ക്ലിയർ അല്ലെങ്കിൽ ഒന്ന് പറയണേ. യെസ്. ഒരു പക്ഷെ ഫോക്കസ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്ത് ചെയ്യണം? ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ ആദ്യമേ നിങ്ങൾ ആ ഒരു കവിത വായിക്കാം. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള കവിത വായിക്കാം. ഈ ഒരു കവിത വായിച്ചതിന് ശേഷം ആ ഒരു കവിതയുടെ ഹെഡിങ് ആദ്യം നിങ്ങൾ കൃത്യമായിട്ട് എഴുതുക. അപ്പൊ ആദ്യം എഴുതുക, അതിന്റെ തലക്കെട്ട് കൃത്യമായിട്ട് എഴുതുക. എന്നിട്ട് താഴെ ഒരു വര വരയ്ക്കാം. ഏകദേശം നിങ്ങളുടെ ഒരു പേപ്പറിന്റെ സെൻട്രലായിട്ട് തലക്കെട്ട് എഴുതുക. അതിനുശേഷം ഒരു വര വരയ്ക്കാം. ക്ലിയർ ആണല്ലോ? യെസ്.
എന്നിട്ട് നിങ്ങൾ ആദ്യം എഴുതേണ്ടത് ഈ പറഞ്ഞ ആദ്യത്തെ വരിയിൽ എഴുതേണ്ടത് ആരാണ് കവിത എഴുതിയിട്ടുള്ളത്, കവിതയുടെ പേരെന്താണ് എന്നുള്ള കാര്യമാണ് ഫസ്റ്റ് വരിയിൽ നിങ്ങൾ എഴുതേണ്ടത്. അതായത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ വീണപൂവ് എന്നുള്ള കവിതയാണ് എനിക്ക് തന്നിട്ടുള്ളത്. അപ്പൊ വീണപൂവ് എഴുതിയിട്ടുള്ളത് കുമാരനാശാനാണ്, എല്ലാവർക്കും അറിയാം. അപ്പോ എന്തെഴുതുക നിങ്ങൾ? യെസ്, വളരെ പ്രശസ്തമായിട്ടുള്ള എന്താണ് കുമാരനാശാന്റെ ഏറ്റവും അല്ലെങ്കിൽ ഏറ്റവും മഹത്തായ കവിതയാണ് ഇതെന്ന് പറയുന്നത് വീണപൂവ് എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ വരിയിൽ എഴുതുക. അപ്പൊ ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ആദ്യത്തെ വരിയിൽ എന്തുണ്ടാവണം? എഴുത്തുകാരന്റെ പേരുണ്ടാവണം, ഈ പറഞ്ഞ പോലെ കവിതയുടെ പേരുണ്ടാവണം. ക്ലിയർ ആണല്ലോ? യെസ്. രണ്ടാമത്തെ വരിയിൽ ഓക്കെ, അപ്പൊ ആദ്യത്തെ വരി കഴിഞ്ഞു, എഴുത്തുകാരന്റെ പേര് അതുപോലെ തന്നെ കവിതയുടെ പേര്. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ വരിയിൽ നിങ്ങൾ എഴുതണം ഈ പറഞ്ഞിട്ടുള്ള കവിത ഇവിടെ പ്രധാന ആശയം നിങ്ങൾ എഴുതണം. അതായത് ഈ കവിതയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ വീണപൂ എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? അപ്പൊ ആ ഒരു ആശയം നിങ്ങൾ എഴുതുക. ക്ലിയർ ആണല്ലോ? ആ ഒരു പ്രധാനപ്പെട്ട ആശയം നിങ്ങൾ എഴുതുക. എന്നിട്ട് എന്തെഴുതുക? ഈ പറഞ്ഞിട്ടുള്ള ആശയം എത്രത്തോളം ഈ കവിതയിൽ പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഈ പറഞ്ഞ പോലെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് എഴുതുക. ഇതാണ് ആദ്യത്തെ പാരഗ്രാഫിൽ എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ കൊണ്ടുവരേണ്ടത്. ആദ്യത്തെ ഒരു ചെറിയ പാരഗ്രാഫ് എഴുതാൻ പാടുള്ളൂ. ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ആദ്യത്തെ പാരഗ്രാഫ് വളരെ ചെറുതായിരിക്കണം. പക്ഷെ അതിനകത്ത് എഴുത്തുകാരന്റെ പേര്, കവിതയുടെ പേര്, അതുപോലെ തന്നെ ആ ഒരു കവിതയുടെ ആശയം നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് എഴുതി വെക്കണം. ക്ലിയർ? യെസ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എഴുതേണ്ടത് രണ്ടാമത്തെ പാരഗ്രാഫ് ആണ്. രണ്ടാമത്തെ പാരഗ്രാഫ് മക്കളെ ഒരു വലിയ പാരഗ്രാഫ് ആയിരിക്കണം. ഓക്കെ, ഒരുപാട് എഴുതി വെക്കണം. കാരണം ആ ഒരു കവിതയിൽ തന്നിട്ടുള്ള എല്ലാ വരികളുടെയും എന്തെഴുതുക? അർത്ഥം എഴുതുക. അതായത് ആ വരിനെ എന്താണ് സൂചിപ്പിക്കുന്നത്. ഇനിയിപ്പോ നിങ്ങൾക്ക് അർത്ഥം എഴുതാൻ അറിയില്ലെങ്കിൽ ആ തന്നിട്ടുള്ള വരികൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് വരികളാക്കി എഴുതുക. ഓക്കെ, സെന്റൻസുകളാക്കി എഴുതുക. ഉടായ്പൊന്നല്ല, നിങ്ങൾ എന്ത് ചെയ്യുക? അവർ ജസ്റ്റ് ഒരു വരി നിങ്ങൾക്ക് മലയാളം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ആ ഒരു വരി എന്ത് ചെയ്യുക? ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പറഞ്ഞ പോലെ പാരഗ്രാഫ് ആക്കി എഴുതി വെക്കുക. ക്ലിയർ? അതാണ് അതിന്റെ ആശയം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് വായിക്കുമ്പോഴത്തേക്കും എന്ത് കിട്ടും? അതിന്റെ ഏകദേശം ഒരു ഐഡിയ കിട്ടും അല്ലെ? നിങ്ങൾക്ക് മോഡൽ എക്സാമിനൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ അതുപോലത്തെ ഒരു കവിത തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഒന്ന് നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പാരഗ്രാഫ് ഞാൻ പറഞ്ഞു, ആ ഒരു കവിതയുടെ ഫുൾ ആശയം നിങ്ങൾ എഴുതി വെക്കുക. ഇനി മൂന്നാമത്തെ പാരഗ്രാഫിലേക്ക് വരിക. മൂന്നാമത്തെ പാരഗ്രാഫിൽ നിങ്ങൾ എഴുതേണ്ടത് ആ ഒരു കവിതയില് നിങ്ങളുടെ ആ ഒരു കവിതയുടെ ഭാഷാ ശൈലി എങ്ങനെയാണ്. അതായത് വളരെ സിമ്പിൾ ലാംഗ്വേജ് ആണോ, അതോ വളരെ കടുകട്ടിയായിട്ടുള്ളതാണോ, ഭയങ്കര പ്രയാസമേറിയ വാക്കുകളാണോ, അല്ലെങ്കിൽ ലളിതമായ വാക്കുകളാണോ ഉപയോഗിച്ചിരിക്കുന്നത്, ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണോ കവിത പ്രസന്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്? മൂന്നാമത്തെ പാരഗ്രാഫിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ മൂന്നാമത്തെ പാരഗ്രാഫിൽ നിങ്ങൾ തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്യുക? ഈ പറഞ്ഞ വരികളുടെ പ്രത്യേകതകൾ എഴുതുക. വരികളിൽ എന്തെങ്കിലും പ്രത്യേകതകളുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൃത്യമായിട്ടൊരു താളമുണ്ട് എന്നുണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യുക? അതൊക്കെ എഴുതുക. എന്നിട്ട് ഈ മൂന്നാമത്തെ പാരഗ്രാഫിന്റെ അവസാനത്തേക്ക് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ആശയം, അതായത് കവിതയുടെ ആശയം ഉണ്ടല്ലോ, ഈ ആശയത്തിന് നമ്മുടെ ഇന്നത്തെ സമൂഹവുമായിട്ട് അല്ലെങ്കിൽ ഇന്നത്തെ ഈ കാണുന്ന സൊസൈറ്റിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് നോക്കുക. ഇന്നത്തെ സമൂഹമായിട്ട് പല ബന്ധങ്ങളും ഉണ്ടാവും പല കവിതകൾക്ക്, ശരിയല്ലേ? അതായത് ആ ഒരു ആശയത്തെ എത്രത്തോളം ഇന്നത്തെ കാലത്ത് സമൂഹത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതുകൂടി എന്ത് ചെയ്യുക? എഴുതി വെക്കുക. ക്ലിയർ ആണല്ലോ? എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വരി ഉണ്ടെങ്കിൽ ആ ഇഷ്ടപ്പെട്ട വരി എന്തുകൊണ്ടാണ് ആ ഒരു വരി ഇഷ്ടപ്പെടാൻ കാരണം എന്നുള്ളത് കൂടി എഴുതി വെക്കുക. എന്നിട്ട് അവസാനത്തെ പാരഗ്രാഫിലേക്ക് വരുമ്പോൾ ഈ കവിതയിൽ എന്തൊക്കെയാണ്? ഒരുപാടധികം ലളിതമായ വാക്കാണ്, അല്ലെങ്കിൽ വളരെ എന്താ പറയാ, കുറച്ചും കൂടി നിങ്ങൾ ബെറ്റർ ആക്കിയിട്ട് എഴുതാൻ ശ്രമിക്കുക. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആസ്വാദനം എഴുതുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ്സ് ആണ് വളരെ ഇമ്പോർട്ടന്റ്. ഒരു ആസ്വാദനം എഴുതുമ്പോൾ ആദ്യം തലക്കെട്ട് ഉണ്ടായിരിക്കണം. ആദ്യത്തെ പാരഗ്രാഫിനകത്ത് എന്താണ്? ഈ പറഞ്ഞ പോലെ എഴുത്തുകാരന്റെ പേരും കവിതയുടെ പേരും ഉണ്ടാവണം. അതുപോലെ തന്നെ കവിതയുടെ പ്രധാന ആശയം ഉണ്ടാവണം. രണ്ടാമത്തെ പാരഗ്രാഫില് ആ മൊത്തം ആശയങ്ങൾ ഉണ്ടാവും, മൊത്തം ആ ഒരു കണ്ടന്റ് ഉണ്ടാവണം കവിതയുടെ. ആൻഡ് അവസാനത്തേക്ക് വരുമ്പോൾ മൂന്നാമത്തെ പാരഗ്രാഫിലേക്ക് വരുമ്പോൾ എന്തുണ്ടാവണം? ഇന്നത്തെ സമൂഹവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, ആ ഒരു ആശയത്തിന് ഇന്നത്തെ സമൂഹവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് എഴുതുക. ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ആസ്വാദനത്തിന് മാക്സിമം 7 മാർക്ക് എന്ത് ചെയ്യും? നിങ്ങൾക്ക് കിട്ടും. ഓക്കെ ആണല്ലോ? ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ആസ്വാദനത്തിൽ എഴുതുന്നത്. ഇനി പ്രഭാഷണത്തിന്റെ പറയുകയാണെങ്കിൽ പ്രഭാഷണം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അത് നിങ്ങൾക്ക് തരുന്ന ടോപ്പിക്കിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എഴുതി വെച്ചാലേ മതി. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആസ്വാദന പ്രഭാഷണം എഴുതുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യരുത്? വിട്ടുകളയരുത്. ഓക്കെ, പിന്നെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് മക്കളെ, പല കുട്ടികളും 2 മാർക്കിന്റെ ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് 10ഉം അതുപോലെ തന്നെ 30 മിനിറ്റ് ഒക്കെ കൊണ്ടുപോയി കളയും.
ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ വളരെ ഷോർട്ട് ആക്കിയിട്ടേ എഴുതാൻ പാടുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ 1.5 പേജ് 3 പേജ് ഒക്കെ എഴുതിയെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് എത്രയും മാക്സിമം മാർക്ക് കിട്ടുള്ളൂ? 2 മാർക്കേ കിട്ടുള്ളൂ, ശരിയല്ലേ? അതേസമയം നിങ്ങൾ 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കളഞ്ഞിട്ട് നിങ്ങൾ 2 മാർക്കിന് കൊണ്ടുപോയി എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 കിട്ടുള്ളൂ. പറഞ്ഞു മനസ്സിലായോ? 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരു 3 പേജ് എഴുതി വെച്ചാലും നിങ്ങൾക്ക് എത്ര കിട്ടില്ല? 7 മാർക്ക് കിട്ടില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഏറ്റവും മാർക്ക് കൂടിയ ക്വസ്റ്റ്യൻസ് മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സമയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാ ഞാൻ പറഞ്ഞത്, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒന്നും മക്കളെ അരമണിക്കൂർ കൊണ്ടുപോയി കളയരുത്, പൊട്ടത്തരൊന്നും കാണിക്കരുത് നിങ്ങൾ. ഓക്കെ, യെസ്. അപ്പൊ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് ചോദിച്ചാൽ മതി. ഇപ്പോൾ ഒരു കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ട് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും ഞാൻ മറുപടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ ലേണേഴ്സിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മെസ്സേജ് അയക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ സയൻസിന്റെ സബ്ജക്റ്റ് ആയിട്ട് ഞാൻ വരും. ഇപ്പൊ കുറച്ച് തിരക്കിലായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വീഡിയോസിന് കുറച്ച് ലാഗ് വരുന്നത്. അപ്പൊ മലയാളം നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് കമന്റ് ബോക്സിലേക്ക് വരിക. നിങ്ങളുടെ ചാനലാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. എനിക്കറിയാവുന്ന കൺസെപ്റ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഓക്കെ, യെസ്. അപ്പോൾ ഈ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. SSLCക്ക് വേണ്ട സയൻസിന്റെ കണ്ടന്റും അതുപോലെ തന്നെ മറ്റ് ഫ്യൂച്ചർ കണ്ടന്റ്സും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും? ഈ പറഞ്ഞ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് എഴുതുക. ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്? വിട്ടുകളയരുത്. ക്വസ്റ്റ്യൻസ് മാക്സിമം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. പിന്നെ പറയാനുള്ളത്, SSLC വിദ്യാർത്ഥികളെ, മക്കളെ, നിങ്ങളുടെ ടേണിംഗ് പോയിന്റ് ആണ്, ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് ആണ്. 1ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ LKG UKG മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിയത് ഏത് എക്സാം എഴുതാൻ വേണ്ടിയിട്ടാണ്? ഈ ഒരു 10ാം ക്ലാസ്സിന്റെ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഒരു ബോധം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഈ ഒരു പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ഈ പറഞ്ഞ 10 വർഷം നിങ്ങൾ എന്ത് ചെയ്തത്? കഷ്ടപ്പെട്ട് പഠിച്ചത്. ആ ഒരു കഷ്ടപ്പെട്ട് പഠിച്ചതിന്റെ ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ നാളത്തെ പരീക്ഷയ്ക്കും ഇനി വരുന്ന 10ാം ക്ലാസ്സിന്റെ പരീക്ഷകൾക്കും എന്ത് ചെയ്യണം? നിങ്ങൾ പെർഫോം ചെയ്യണം. അതിൽ നിങ്ങൾ ടെൻഷൻ അടിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ തോറ്റുപോകും. ഒരു കാരണവശാലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. വളരെ കൃത്യമായിട്ട് എഴുതുക. വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. കാരണം നിങ്ങൾ ഇത്രയും വർഷമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രാക്ടീസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ എല്ലാ പ്രാർത്ഥനകളും നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ പറയാനുള്ളത്, അടിപൊളിയായിട്ട് എഴുതുക. Okay, so thank you. Bye.